സ്നേഹവന്ദനം. നമുക്ക് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. God of Heavenly Father, thank you for this beautiful day to in our life, oh Lord. In this morning we come to your presence. Oh Lord, when I speak upon your word, it's not what I am speaking to them, it's what you need to speak to them through me. Bless us, oh Lord, all we ask in the Lord and Savior Jesus Christ. Amen. ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ, നല്ല ടെൻഷനുണ്ട്, എന്താണെന്നറിയില്ല. ആദ്യമായിട്ടാണ് ദുബായ് പള്ളിയിൽ ഇങ്ങനൊരു അവസരം കിട്ടുന്നത്. അതിനുവേണ്ടി ബഹുമാന അച്ഛമ്മ, ചർച്ച് ഒഫീഷ്യൽസ്, യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽസ്, യൂണിവേഴ്സിറ്റി സ്നേഹിതർ, അവർക്കുള്ള നന്ദി ആദ്യമേ പറയുന്നു. ഇന്ന് വന്നിരുന്ന ദൈവജനത്തിനോട് എല്ലാവർക്കും സ്വാഗതം പറയുന്നു. ഇന്ന് ഏവങ്കേലമായിട്ട് വായിച്ച വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം, അതിൽ 5 മുതൽ 23 വരെയുള്ള വാക്യങ്ങളായിരുന്നു. അതിലെ 19ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് വായിക്കുകയാണെങ്കിൽ, സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 1 verse 19. Someone could read. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു, നിന്നോട് സംസാരിപ്പാനും ഈ സന്തോഷവാനും നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. Thank you. 1993 മാർച്ച് മാസത്ത് ന്യൂയോർക്ക് ടൈംസിലെ ഒരു പ്രശസ്തമായ പിക്ചറായിരുന്നു. ഒരു ചെറിയ കുട്ടി, നമുക്കറിയാം സുഡാനിലാണ് ഇത് സംഭവിക്കുന്നത്. നമുക്കറിയാം ദ ഫാമിൻ ദർ, അവർക്ക് ഭക്ഷണമില്ല, വളരെയധികം പ്രയാസത്തിൽ കടന്നു പോകുന്ന ഒരു രാജ്യമാണ്. ഭക്ഷണം കിട്ടാതെ അവശതയിൽ തളർന്നു വീഴുന്ന ഒരു കുട്ടി. ഈ കുട്ടിയുടെ പുറയിൽ ഒരു കഴുകൻ കാത്തിരിക്കുകയാണ്. ഈ കുട്ടി ഏത് സമയം മരിച്ചു വീഴും, ആ സമയത്ത് ഭക്ഷിക്കാൻ വേണ്ടി ഒരു കഴുകൻ കാത്തിരിക്കുകയാണ്. ആ സമയത്ത് അവിടുത്തെ ആ ഒരു അന്തരീക്ഷങ്ങളെല്ലാം, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഫോട്ടോഗ്രാഫി ചെയ്യാൻ പോയ വൺ ഓഫ് ദ റിയലി ടാലന്റഡ് ഫോട്ടോഗ്രാഫർ ആയിരുന്നു കെവിൻ കാർട്ടർ. ഇദ്ദേഹം ഇത് കാണുകയും ഇത് പിക്ചർ ചെയ്യുകയും ചെയ്തു. 1994 ബെസ്റ്റ് പിക്ചർ ഓഫ് ദ വേൾഡ് അവാർഡ് കിട്ടിയ ഒരു ചിത്രമായിരുന്നു അത്. ഒരു അവശതയിൽ ജീവിതത്തിന്റെ അവസാനം എല്ലാം നഷ്ടപ്പെട്ട് മരണത്തെ കാത്തിരിക്കുന്ന കുട്ടിയുടെ ആ ഒരു കുട്ടിയുടെ മുന്നിലേക്ക് ചെല്ലുന്ന കെവിൻ കാർട്ടർ. ആ പിക്ചർ വഴി കെവിൻ കാർട്ടർ ഒരു സമ്മാനം കിട്ടുക മാത്രമല്ല, ആ കുട്ടിക്ക് ഒരു പുതുജീവൻ കൂടി കിട്ടുകയായിരുന്നു. പിന്നെ യുനെസ്കോ ആ കുട്ടിയെ ഏറ്റെടുക്കുകയും ഇറ്റ് ഈസ് ചേഞ്ച്ഡ് ഹിസ് ലൈഫ് എൻറ്റയർലി. ഇവിടെ ദൈവം പറയുന്ന ഒരു വാഗ്ദാനം ആണ്, നീ ഏതൊരു സാഹചര്യത്തിൽ വീണാലും, ഏതൊരു പടികുഴിയിൽ വീണാലും ഹി വോണ്ട് ലെറ്റ് യു ഡൗൺ. നിന്റെ കൂടെ നിന്റെ അവസാനം വരെ ഇരിക്കുമെന്നൊരു വാഗ്ദാനം ദൈവമാണ് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ മർത്തോമ സഭയുടെ തീം അത് തന്നെയാണ്. സക്രിയാവിനുള്ള അറിയിപ്പ്, വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്ന ദൈവം, ദ ഗോഡ് ഹു ഫുൾഫിൽസ് ഹിസ് പ്രോമിസ്. ഞാൻ ഒന്ന് റീഫ്രേസ് ചെയ്യുവാണ്. എംബ്രേസിംഗ് ഗോഡ്സ് പ്രോമിസ് ബിയോണ്ട് ഡൗട്ട്. നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യം ആവട്ടെ, ഏത് സിറ്റുവേഷൻ ആവട്ടെ, ദൈവം നമ്മുടെ കൂടെ ഇരിക്കും എന്നുള്ള വാഗ്ദാനം അവൻ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലവട്ടവും നമുക്ക് ഈ വാഗ്ദാനങ്ങൾ അനുസരിക്കാനോ അല്ലെങ്കിൽ അത് വിശ്വസിക്കാനോ നമുക്ക് പറ്റാറില്ല. അത് മനുഷ്യനെ നമുക്ക് കുറ്റം പറയാം. ദിസ് അവർ നേച്ചർ ദാറ്റ് വി കാൻറ്റ് ഡെൽ വിത്ത് ദ പ്രോമിസ് ദാറ്റ് ഗോഡ് സെൻസസ്. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഭാര്യമാരോട് ഭർത്താക്കന്മാർ പറയുവാണ്, ഇന്ന് വൈകിട്ട് നമുക്ക് സിനിമയ്ക്ക് പോകാം, അല്ലെങ്കിൽ നിനക്കൊരു പുതിയ സാരി മേടിച്ചു കൊടുക്കാം. അച്ഛന്മാർ ആദ്യം വെച്ചിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല, ആന്റിമാർ അങ്ങോട്ടും നോക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവർക്കത് പറ്റാറില്ല. കാരണം അവരുടെ ജോലി തിരക്ക് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം. ദേ കാൺട്ട് കീപ് ദാറ്റ് പ്രോമിസ്. പക്ഷെ ദിസ് ഈസ് നോട്ട് ഹൗ ഗോഡ് ഈസ് വിത്ത് us. If God promises you something, He is telling that till your last breath, I will be keeping that promise with you. നിന്റെ അവസാന ശ്വാസം വരെ നിന്റെ കൂടെ നിൽക്കുമെന്നുള്ള വാഗ്ദാനമാണ് ദൈവം നമുക്ക് തരുന്നത്. ആൻഡ് നമ്മൾ പഴയ നിയമം തൊട്ട് വരുവാണെങ്കിൽ പുതിയ നിയമം വരെ അനേകം പ്രോമിസസ് ആണ് നമുക്ക് ദൈവം തന്നിട്ടുള്ള നമുക്ക് കാണാൻ പറ്റുന്നത്. സ്റ്റാർട്ടിങ് ഫ്രം Abraham till Jesus sending his son to die on the Calvary, അനേകം വാഗ്ദാനങ്ങളാണ് ദൈവം തന്നിട്ടുണ്ട്. എനിക്ക് പരിമിതമായ സമയമാണുള്ളത്. ഐ കാൻ ഗോ ത്രൂ ദ എൻറ്റയർ പ്രോമിസസ് ഹിയർ. പക്ഷെ ഇന്ന് നമുക്ക് ഇവിടെ വായിക്കാൻ പറ്റിയ വേദഭാഗത്തിലുള്ള ഒരു ചെറിയ കഥയാണ്, അല്ലെങ്കിൽ ഒരു 2 ക്യാരക്ടേഴ്സാണ്, സക്രിയാവ്, എലിസബത്ത്, ജോൺ ദ ബാപ്റ്റിസ്റ്റ്. നമുക്കറിയാം സക്രിയാവ് ഒരു പുരോഹിതനാണ്. സക്രിയാവ് എലിസബത്തും ദൈവമായിട്ട് വളരെ അടുത്ത്
നിൽക്കുന്ന അടുത്ത് നിൽക്കുന്ന ദമ്പതികളാണ്. അവരുടെ അനേക വർഷത്തെ ആഗ്രഹവും പ്രാർത്ഥനയുമാണ് അവർക്കൊരു കുട്ടി വേണമെന്ന്. പക്ഷേ ഉണ്ടായില്ല. സക്രിയാവിന്റെ when he was in the old age, God is sending an angel and he's telling to Zechariah that നിനക്കൊരു പുത്രൻ ജനിക്കും, നിനക്ക് നിന്റെ നിങ്ങളുടെ ജീവിതത്തിൽ അവൻ സന്തോഷം പ്രാപിക്കും. മനുഷ്യരാശിയുടെ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ആ വലിയൊരു പങ്ക് വഹിക്കും. പക്ഷെ അവിടെ സക്രിയാവിന്റെ സഡൻ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം സക്രിയാവ് എടുത്ത് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഹൗ ക്യാൻ ഐ ബി ഷുവർ ഓഫ് ദിസ്? ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും പറ്റുന്നത്, ഒരാൾ നമ്മളോട് എത്ര പ്രോമിസ് ചെയ്താലും അല്ലെങ്കിൽ നമ്മളോട് എത്ര വാഗ്ദാനം പറഞ്ഞാലും നമ്മുടെ ഉള്ളിനുള്ളിൽ ഒരു സംശയമോ അല്ലെങ്കിൽ ഒരു പേടി വരുമ്പോൾ നമുക്ക് പിന്നെ അത് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് വിൽ കമ്മിങ് ഔട്ട് ഓഫ് ദാറ്റ്. ഇതിനി സംഭവിക്കുമോ, അത് ചെയ്യുമോ? ഈ ഒരു വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് എനിക്കൊന്ന് പ്രോമിസ്, നമ്മൾ കൊച്ചിലെ മുതൽ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. ഡാഡി പ്രോമിസ്, മദർ പ്രോമിസ്, ബ്രദർ പ്രോമിസ്, സിസ്റ്റർ പ്രോമിസ്, ഡ്യുവൽ പ്രോമിസ്. ഈ പ്രോമിസിന് ഒരു ലൈൻ തന്നെ ഉണ്ട്. പിന്നെ കൈ ക്രോസ് ചെയ്ത് വെച്ചാൽ പ്രോമിസ് വലിക്കത്തില്ല. സോ പ്രോമിസ് ഇസ് നോട്ട് സംതിങ് നമ്മൾ കൊച്ചിലെ മുതൽ അതിങ്ങനെ വലിയ അല്ലെങ്കിൽ ഒരു വേരിയേഷൻ പോലെ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ പ്രോമിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് എ സോങ് ഓഫ് വേരിയേഷൻ ദാറ്റ് വി പുട്ട് അപ്പ് ഓൺ ഇറ്റ്. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ ദൂതൻ സക്രിയാവിന് മുമ്പിൽ ചെന്ന് വരുമ്പോൾ സക്രിയാവിന് അവിടെയും സംശയമാണ്, ഇതെങ്ങനെ സംഭവിക്കും? നമുക്ക് 3 ചിന്തകളാണ് ഇതിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. 1, കീപ് ഫെയ്ത്ത് നോട്ട് ഫിയർ. വിശ്വാസത്തെ മുറുകെ പിടിക്കുക, ഭയത്തെ അല്ല. അനേക വർഷത്തെ പ്രയത്നത്തെ, അനേക വർഷത്തെ പ്രാർത്ഥന ശേഷം ദൈവം അയച്ച ദൂതൻ സക്രിയാവിന്റെ മുമ്പിൽ വന്ന് സക്രിയാവിനോട് പറയുകയാണ്, നിനക്കൊരു കുട്ടി ജനിക്കും. ഇറ്റ്സ് എ പ്രോമിസ് ദാറ്റ് ഗോഡ് ഈസ് ഗിവൻ ടു സക്രിയ. And still he is having doubt. ഇതെങ്ങനെ സംഭവിക്കും? എനിക്ക് പ്രായമായി, എൻ്റെ ഭാര്യയ്ക്ക് പ്രായമായി, ഞാൻ അനേകം വർഷമായിട്ട് പ്രാർത്ഥിച്ചു, ഇത്രയും നാൾ സംഭവിക്കാത്ത കാര്യം ഇനി എങ്ങനെ സംഭവിക്കും? സക്രിയാവിന്റെ ഉള്ളിലുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു വാഗ്ദാനം സക്രിയാവിനെ ആദ്യം ഉൾക്കൊള്ളാൻ സംഭവിക്കാഞ്ഞത്. പക്ഷേ ഗോഡ് ഇസ് ബിയോണ്ട് അവർ അണ്ടർസ്റ്റാൻഡിങ്. ഒരു കാര്യം നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ സംഭവിക്കാത്തപ്പോഴാണ് നമുക്ക് ഈ ഒരു ഡൗട്ടും കാര്യം. നമ്മൾ ഒരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ ഇത് സംഭവിക്കണം, ഇത് ഇങ്ങനെ സംഭവിക്കണം എന്ന് വി ഹാവ് എ അണ്ടർസ്റ്റാൻഡിങ്. ഇത് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അപ്പുറം പോകുമ്പോഴാണ് ഓൾ ദിസ് ഡൗട്ട്സ് ഹാപ്പനിങ്, ഓൾ ദിസ് കെയോസ് ഹാപ്പനിങ് ഇൻസൈഡ് അവർ മൈൻഡ്. പക്ഷെ സക്രിയയുടെ ജീവിതത്തിലും സെയിം കാര്യമാണ് സംഭവിച്ചത്. ആ ഒരു ഡൗട്ട് വന്നു. പക്ഷെ ഗോഡ്സ് പ്രോമിസ് ഇസ് ബിയോണ്ട് ഹ്യൂമൻസ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ വിചാരിക്കുന്നതിന് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് ദൈവം നമുക്ക് തരുന്ന വാഗ്ദാനം. നമുക്ക് സങ്കീർത്തനം 91:4 പറയുന്നുണ്ട്, കർത്താവ് ദൈവം തന്റെ തൂവലൂടെ നിന്നെ മറയ്ക്കും, തന്റെ ചിറകിൽ തന്നെ ശരണം ഭാവിക്കും. പക്ഷിക്ക് ആകാശത്തിൽ പറക്കാൻ വേണ്ടി ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്, അതാണ് ചിറക്. ഈ ചിറകിന്റെ കീഴിൽ നിങ്ങൾ ശരണം പ്രാപിച്ചാൽ ദൈവം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുമെന്നാണ് ദൈവം തരുന്ന വാഗ്ദാനം. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? ഞാൻ പലവട്ടം ഇത് ആലോചിച്ചിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ നോക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് എ പോസിബിൾ തിങ്. Feather is something so light, feather is something so delicate. How can that protect us? ഇവിടെയാണ് God is telling you, your understanding is not what my promise gives you. Your understanding is beyond the promise that I give you. This is one thing that God always promises us. അതുകൊണ്ടാണ് നമുക്ക് ദൈവത്തോടുള്ള ആ ഒരു പ്രോമിസ് അല്ലെങ്കിൽ തരുന്ന വാഗ്ദാനങ്ങളിൽ നമുക്കൊരു ഡൗട്ട് വരുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ട് സന്തോഷിക്കാൻ പറ്റുക. അതുകൊണ്ടാണ് സക്രിയാവിനോട് ദൂതൻ പറയുന്നുണ്ട്, നീ എന്റെ വാഗ്ദാനം വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് നീ ഇത് സംഭവിക്കുന്നവരെ ഊമയായിട്ട് തുടരും. ഹി കുഡ് നോട്ട് എൻജോയ്. നമുക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ വി നോ ഹൗ ഹാപ്പി വി ആർ, നമ്മൾ ആൾക്കാരെ വിളിക്കും പറയും. ബട്ട് സക്രിയ കുഡ് നോട്ട് എക്സ്പ്രസ് ദാറ്റ് ഹാപ്പിനെസ് ബിക്കോസ് ഹി വാസ് സ്കെപ്റ്റിക്കൽ ഓർ ഹി വാസ് ഹാവിംഗ് എ ഡൗട്ട് ഇൻ ഗോഡ്സ് പ്രോമിസ്. അതുകൊണ്ടാണ് അതായിരുന്നു ആദ്യത്തെ ചിന്ത, കീപ് ഫെയ്ത്ത് നോട്ട് ഫിയർ. രണ്ടാമത് പറയുന്നത്, ഫോളോ ഗോഡ്സ് ടൈമിംഗ് നോട്ട് അവേഴ്സ്. നമുക്കറിയാം സക്രിയാവും എലിസബത്തും കുറെ നാളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ യൗവന കാലത്തില് they were praying for the long time. ആ സമയത്ത് ഇത് സംഭവിച്ചില്ല. And the promise or the prayer what Zechariah was having is happening in his old age. അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത്, അവർ ഒരിക്കലും നിശ്ചയിക്കാത്ത ഒരു സമയത്ത്, when they least expected, this is happening what they prayed for. ആക്ച്വലി നമ്മൾ കർത്താവിനോട് എന്തെങ്കിലും പ്രാർത്ഥിക്കുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ കർത്താവിനോട് എനിക്ക് ഇന്ന കാര്യം വേണം, ഇന്നൊരു കാര്യം എനിക്ക് ആഗ്രഹം എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു ഡെലിവറി സിസ്റ്റം പോലെയാണ്. കർത്താവ് അത് അവിടെ പാക്ക് ചെയ്തിട്ട് നമ്മുടെ പേര്, നമ്മുടെ അഡ്രസ്സും വെച്ച് ഈ ഓൾറെഡി സെൻഡേഴ്സ്. പക്ഷെ അതിൽ ഒരു കാര്യം കർത്താവ് വെക്കത്തില്ല, ദാറ്റ് ടൈം.
ആ ടൈം കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. വെൻ ഇറ്റ്സ് ദ റൈറ്റ് ടൈം ഫോർ യു, ഇറ്റ് വിൽ ബി റീച്ചിങ് യു. നമ്മളൊരു കാര്യം ഇറ്റ്സ് എ ഫാസ്റ്റ് മൂവിങ് വേൾഡ്. നമ്മൾ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് വേണം. ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ഇപ്പൊ ChatGPT വന്നോടെ നമ്മൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ChatGPT അടിക്കുക, നമുക്ക് പെട്ടെന്ന് ആൻസേഴ്സ് കിട്ടുക. ദിസ് ഇസ് ഓൾവേസ് ഗോയിങ് അപ്സൈഡ് ഡൗൺ. ആൻഡ് ഈ ഒരു ഫാസ്റ്റ് മൂവിങ് വേൾഡ് നമ്മുടെ ടൈമിങ്സ് ആണ് നമ്മൾ എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. എനിക്ക് ഇന്ന കാര്യം ഈ സമയത്ത് ഈ ഒരു കാര്യത്തിൽ വേണം, ഐ പ്രേ ഫോർ ഗോഡ്, എനിക്ക് ഇന്ന സമയത്ത് വേണം. ബട്ട് ദാറ്റ് വോണ്ട് ബി ദ ടൈമിംഗ് ദാറ്റ് ഗോഡ് ഈസ് ഹാവിംഗ് ഫോർ യു. നിങ്ങളൊരു കാര്യം പ്രാർത്ഥിച്ചിട്ട് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നടത്തുവാണെങ്കിൽ ബി ഹാപ്പി. ബട്ട് നിങ്ങളൊരു കാര്യം പ്രാർത്ഥിച്ചിട്ട് നടത്തിയില്ലെങ്കിൽ സെലിബ്രേറ്റ്. കാരണം ഇനി നടക്കാൻ പോകുന്ന കർത്താവിന്റെ പദ്ധതികളാണ് നിങ്ങളുടെ ലൈഫിൽ. സെലിബ്രേറ്റ് ദ പ്ലാൻ ദാറ്റ് ഗോഡ് ഈസ് ഹാവിംഗ് ഇൻ യുവർ ലൈഫ്. സോ ഫോളോ ഗോഡ്സ് ടൈമിംഗ്, നോട്ട് യോഴ്സ്. മൂന്നാമതായിട്ട് പറയുന്നത് ക്ലിങ് ടു ഹിസ് പ്രോമിസ്, നോട്ട് ദ വേൾഡ്. നിങ്ങളുടെ ചുറ്റുമുള്ള ഈ ലോകം അനേകമായ വാഗ്ദാനങ്ങൾ തരും. നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കും, നിങ്ങൾ ഇത് ഫോളോ ചെയ്താൽ ഇത് സംഭവിക്കും. The world around you can give you thousands of promises, but the true and the eternal promise can be only God get from the God. നമുക്കറിയാം യോഹന്നാൻ സ്നാപകന്റെ ജനനത്തിന് ശേഷം he's paying a way to the savior that the people was awaiting till that time. ഇസ്രായേൽ ജനം അനേകമായ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്നു. They want a savior that God is sending them. ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി ദൈവം അയക്കുന്ന സ്വന്തം പുത്രന്റെ ആ ഒരു ടൈമിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പ്രോമിസിന് വേണ്ടിയുള്ള ഒരു പ്രീ അനൗൺസ്ഡ് അല്ലെങ്കിൽ അതിന് നേരത്തെ നടക്കുന്ന ഒരു സിനാരിയോ ആണ് ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ ജനനം. ആൻഡ് ദാറ്റ് ഈസ് ഓൾ ലീഡിങ് ടു ദ വൺ സിനാരിയോ ദാറ്റ് ഗോഡ് ഈസ് സെൻഡിങ് ഓഫ് ഹിസ് സൺ. അതുകൊണ്ടാണ് ജോണിൽ പറയുന്നത്, the God so loved the world that he gave his one and only son, whoever believes in him shall not perish but have eternal life. This is the biggest promise because ഇതെന്ന് പറയുന്ന ഒരു ഇറ്റ്സ് എ ലവ് ലാംഗ്വേജ് ഗോഡ് ഈസ് ഹാവിംഗ് ഫോർ യു. ദ ബിഗ്ഗസ്റ്റ് ലവ് ലാംഗ്വേജ് ഗോഡ് വിൽ എവർ ടെൽ യു. നോ, ഗോഡ് സോ ലവ് ദ വേൾഡ്. നമുക്ക് പോലും ഒരാളെ ഇത്രയും സ്നേഹിക്കാൻ പറ്റത്തില്ല. ഗോഡ് സോ ലവ് ദ വേൾഡ്, ഹി ഗേവ് ഹിസ് വൺ ആൻഡ് ഓൺലി സൺ ദാറ്റ് ഹൂവർ ബിലീവ്സ് ഇൻ ഹിം shall not perish but have eternal life. God, ദൈവം തരുന്ന ഒരു വാഗ്ദാനമാണ് അവിടെ. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കാൻ പറ്റും. And this is the only way to salvation in our life. നിങ്ങൾ പലരും അല്ലെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് എപ്പോഴും അറിയാവുന്നതാണ്. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണെങ്കിലും ഗോഡ്സ് ഫോളോ ദ ഫെയ്ത്ത് നോട്ട് ദ ഫിയർ ആണെങ്കിലും, അല്ലെങ്കിൽ ഫോളോ ഗോഡ്സ് ടൈമിംഗ് ആണെങ്കിലും, അല്ലെങ്കിൽ ക്ലിങ് ടു ദ പ്രോമിസ്, നമുക്ക് എപ്പോഴും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ മൂന്ന് ടോപ്പിക്സ് എന്ന് പറയുന്നത്. ബട്ട് വാട്ട് റിയലി ഹാപ്പൻസ്, നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴും നമുക്കൊരു പ്രയാസം വരുമ്പോഴും when we are in the deepest pit നമ്മളിത് മറന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് എത്ര കേട്ടാലും when we face this we forget it. Even if ഞാൻ പറയുന്നതാണെങ്കിൽ when I face this I may tend to forget all these points. ബട്ട് അവിടെയും ദൈവം തരുന്ന ഒരു വാഗ്ദാനമാണ്. സക്രയവിന് കൊടുത്ത ഒരു വാഗ്ദാനം പോലെയാണ് നമുക്കും തരുന്നത്. നിന്റെ ഏതൊരു അവസ്ഥയിലാണെങ്കിലും the deepest pit you are in, I am with you. നമുക്കറിയാം കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അടുത്തൊരു വർഷം നമ്മുടെ മുന്നിൽ വരുവാണ്. ഡിസംബർ 31 നമുക്കിവിടെ നമ്മുടെ ആ ഒരു വർഷത്തെ നടന്ന കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ഒന്ന് പറയുമ്പോൾ, ടെസ്റ്റിമണി ആയിട്ട് പറയുമ്പോൾ, ദിസ് ഈസ് ദ പ്രോമിസ് ദാറ്റ് ഗോഡ് ഈസ് ഗിവിംഗ് യു ഈച്ച് ആൻഡ് എവരി വൺ. ഈ ഒരു വർഷം നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ അനവധി പ്രശ്നങ്ങൾ നിങ്ങൾ കടന്നുപോയി കാണും. ബട്ട് ഈച്ച് ആൻഡ് എവറി സിറ്റുവേഷൻ, ഈച്ച് ആൻഡ് എവറി സിനാരിയോ ഗോഡ് ഈസ് സെയിങ് ദാറ്റ് ഐ വാസ് വിത്ത് യു. ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. നീ ഇടയ്ക്ക് എന്നെ വിശ്വസിച്ചില്ലെങ്കിലും, ഞാൻ പറഞ്ഞ വാഗ്ദാനത്തിൽ നിനക്ക് ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും ഐ വാസ് വിത്ത് യു. എനിക്ക് അതിൽ ഒരു സംശയമില്ലായിരുന്നു. യു ആർ മൈ സൺ, യു ആർ മൈ ഡോട്ടർ, ഐ ആം വിത്ത് യു, ഐ ആം വിത്ത് യുവർ പ്രോമിസ് ദാറ്റ് ഐ ഗിവിംഗ് യു. ഇതാണ് ദൈവം തരുന്ന ഏറ്റവും വലിയ വാഗ്ദാനം. നമ്മളൊന്നും തോറ്റുപോയാൽ നമ്മുടെ ചുറ്റും 1000 പേരത് കലയൊക്കെ കാണും. ഇപ്പം ഞാൻ നാളെ തോറ്റുപോയാലും ഇവിടെ പല ആൾക്കാരും അവൻ വന്ന് പ്രസംഗിച്ചു, അവൻ വന്ന് ഇതായിരുന്നു, ഇപ്പൊ അവൻ തോറ്റുപോയില്ലേ. People will tell that's a world around you, but God is the one who doesn't want you to fail. നിങ്ങൾ തോറ്റുപോയാലും നിങ്ങളെ കൈപിടിച്ച് ഉയർത്തിപ്പിക്കാൻ നിങ്ങൾക്കൊരു ദൈവമുണ്ട്. Once you fully entrust yourself into that God, പിന്നെ നിങ്ങൾക്ക് പേടിക്കാൻ ഒന്നുമില്ല. തൂവൽ കൊണ്ട് നിങ്ങളെ മറയ്ക്കുന്ന ദൈവത്തിന്റെ സംരക്ഷണയിലാണ് നിങ്ങൾ. അത്രയും വലിയൊരു വാഗ്ദാനമാണ് ദൈവം നമുക്ക് വേണ്ടി തരുന്നത്. 3 കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ വേണ്ടി ശ്രമിച്ചു. ഈ ഒരു കാര്യം കൂടി പറയുവാണെങ്കിൽ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല നിങ്ങൾ പ്രാബല്യമാക്കേണ്ടത്, മറ്റുള്ള ജീവിതത്തിലും നിങ്ങൾ പ്രാബല്യം ശ്രമിക്കണം. ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ വി ഓൺലി ട്രൈ ടു അപ്ലൈ ഇൻ അവർ ഓൺ ലൈഫ്. പക്ഷെ ദൈവം പറയുന്നത് നോട്ട് ടു കം എലോൺ.
നിങ്ങളുടെ കൂട്ടുകാരന്, ഭാര്യയ്ക്ക്, ഭർത്താവിന്, സഹോദരി, സഹോദരന്മാർക്ക്, ഇവിടെ വരുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഒരു വിശ്വാസ സമൂഹത്തിൽ വരുന്ന ഏതെങ്കിലും ഒരു കൂട്ടുകാരന് ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ ടെൽ ഹിം. നിന്നെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി, നിന്റെ തോൽവിയിൽ നിന്നെ ജയിപ്പിക്കാൻ വേണ്ടി, നിന്നെ താങ്ങി നിർത്താൻ വേണ്ടി, നിന്നെ ഒരിക്കലും വീഴ്ചയിൽ കളയാതിരിക്കാൻ വേണ്ടിയുള്ള ദൈവം നിന്നോട് ഉണ്ട്. ഷെയർ ദാറ്റ് ഗുഡ് ന്യൂസ് വിത്ത് ദം. അതുകൊണ്ടാണ് നമ്മുടെ മർത്തോസിന്റെ മോട്ടോ എന്ന് പറയുന്നത്, ലൈറ്റഡ് ടു ലൈറ്റ്. വി ഷുഡ് ബി ഷൈനിങ് ഓൺ അതേഴ്സ്. വി ഷുഡ് ബി ദ ക്യാൻഡിൽ ദാറ്റ് വി ആർ ഹാവിംഗ്. വി ഷുഡ് ബി ഷൈനിങ് ഓൺ അതേഴ്സ്. നമ്മൾ കേൾക്കുന്ന ഈ ഒരു വചനം വേറൊരു നമ്മുടെ കൂട്ടുകാരനോട് നമ്മൾ ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കണം. അപ്പോഴേ ദിസ് വിൽ ബി എ കംപ്ലീറ്റ് ഗോസ്പൽ, അല്ലെങ്കിൽ ദിസ് വിൽ ബി എ കംപ്ലീറ്റ് സെർമണി നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ കേട്ട് വീട്ടിൽ പോയി നമ്മുടെ ജീവിതത്തിൽ മാത്രം പ്രാബല്യമാക്കുന്നതല്ല. ദിസ് ഷുഡ് ബി എ ഗോസ്പൽ. ദിസ് ഷുഡ് ബി എ മെസ്സേജ് ദാറ്റ് വി ഷുഡ് ബി ഷെയറിംഗ് ഓൺ അതേഴ്സ്. ഗോഡ് വിൽ ഓൾവേസ് ലിഫ്റ്റ് യു. അതിലെ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കിങ് ഡേവിഡ്. കിങ് ഡേവിഡിന്റെ സാംസ് നമ്മൾ വായിക്കുകയാണെങ്കിൽ he went through ups and downs, he went away from God, but how God was with him. ദൈവം ഒരിക്കലും ദാവീദിനെ തള്ളിപ്പറയുക, അല്ലെങ്കിൽ ദാവീദിനെ he never left him, God not alone. ദാവീദ് he went outside, but he was always there with the God. അതുകൊണ്ട് സങ്കീർത്തനം നമ്മൾ മൊത്തം വായിക്കും, it's always the praising of God that David is telling to us. That's the biggest testimony that each and everyone can read upon. ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ച, അല്ലെങ്കിൽ സാംസ് ഇപ്പോൾ 23 ആണെങ്കിലും 91 ആണെങ്കിലും 51 ആണെങ്കിലും സാംസ് 102 ആണെങ്കിലും, ഇറ്റ്സ് ദ അമേസിംഗ് ടെസ്റ്റിമണീസ് ദാറ്റ് ദാവീദ് ഈസ് ടെല്ലിംഗ് us. സോ സമയത്തിന്റെ ഒരു പരിമിതി കാണാണ് ഞാൻ കുറച്ച് പെട്ടെന്ന് പോയത്. ബട്ട് ഐ തിങ്ക് ഐ ഹാവ് ക്ലിയർലി ടെൽ യു വാട്ട്സ് പ്രോമിസ്, ഹൗ ഗോഡ് വിൽ ഫുൾഫിൽ ദ പ്രോമിസ് ദാറ്റ് ഇൻ അവർ ലൈഫ് is. Follow his faith, not the fear that with us. Follow God's timing, not ours. Cling to his promise, not the world's. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ your life will be amazing. Your life will be beyond the understanding of your understanding. He'll be blessing you with showers. He'll be having a big lot of love on you guys. നമുക്ക് പലവട്ടം നമ്മൾ മറന്നു. നമുക്കറിയാം, നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ വരുന്നു, ജോലി സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. ഇറ്റ്സ് സോ ഡിഫിക്കൽട്ട് ടു ലീവ് ഹിയർ. നമുക്ക് ജോലി നഷ്ടപ്പെട്ട ആൾക്കാർ കാണും. ബട്ട് ട്രസ്റ്റ് മീ, God is having a plan for you. Each and everyone, God is having a plan. That's a promise that is giving each one of us. ആ ഒരു വാഗ്ദാനം നമ്മൾ ഓർക്കണം. Each time when you go down, each time when you feel like you are defeated, നിങ്ങളുടെ മുന്നിൽ ഒന്നുമില്ല, നിങ്ങളുടെ മുന്നിൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു സാഹചര്യം വരുമ്പോഴും, just trust in God that He's gonna be there with us. നമുക്കിനി കുർബാന എടുക്കാൻ പോവുകയാണ്. When we submit ourselves unto God, trust Him that God has sent His Son for us. And now He's not going to leave you. We are His children, and He's going to be there with each and everyone. സങ്കീർത്തനം 23. നമുക്ക് ആ ഒരു സങ്കീർത്തനം കേട്ടിട്ട് നമുക്ക് കുർബാനയിലേക്ക് കടക്കാം. നമുക്ക് എല്ലാവരും കണ്ണുകൾ അടയ്ക്കാം. And we just listen to the song. Choir keyboards, can I get a code for this? Don't mind. Okay? Thank you. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Everyone just dwell in God's presence. We just hear to His. യഹോവയുടെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകിയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥമുള്ള വെള്ളത്തിനരികിലേക്ക് അവൻ എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമനിമിത്തം എന്നെ നീതിപാതയിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ, നിന്റെ പണിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുന്നു. ഈ വചനങ്ങളാൽ ഏവരും അനുഗ്രഹിക്കപ്പെട്ടു. താങ്ക് യു.